ഹലോ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയൊരു വെട്ടുകഷ്ണം തുണിയായിരുന്നു ഇത്. അപ്പോൾ ഇത് ഒരു ഉപയോഗമില്ലാതെ വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു. ഇത് വെച്ചിട്ട് നമ്മളൊരു ഫ്ലവറല്ല, കുറച്ചധികം ഫ്ലവേഴ്സാണ് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഇതൊരു ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റിയൊരു തുണി തന്നെയാണ്, ഒരു സിൽക്ക് പോലത്തെ തുണിയാണ്. അതുകൊണ്ട് അതിന് പറ്റിയൊരു തുണിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളെങ്ങനെയാണ് ഫ്ലവർ മേക്ക് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പീസ് പേപ്പർ 6 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ പേപ്പർ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം കട്ടിയുള്ള ഒരു കടലാസിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അധികം കട്ടിയുള്ള കടലാസൊന്നും വേണമെന്നില്ല, ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. 6 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ പീസ് 2.5 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു തുണി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര ഇതായിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്ര ഇതായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏതാണ്ട് ഇവിടെ ഒരു 3 ഫോൾഡാണ് ചെയ്തത്. അപ്പം ആ ഒരു 3 ഫോൾഡ് ചെയ്താൽ ഇതുപോലെ നമുക്ക് 6 പീസൊക്കെ കിട്ടും ഒറ്റ കട്ടിൽ തന്നെ. അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് തുണി. എന്നിട്ട് നമ്മൾ ആ ഒരു പേപ്പർ ഇതുപോലെ ആ ഒരു തുണീൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പിന്ന് വെച്ചിട്ടോ അങ്ങനെ മുട്ട് സൂചി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സൂചി വെച്ചിട്ടോ ഒക്കെ പിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിതാ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മുട്ട് സൂചി വെച്ചിട്ട് അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരേ അളവ് തന്നെ നമുക്ക് ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ ഒരു പേപ്പർ ഞാനിതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എത്ര പീസ് വേണോ അത്രയും പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരേ ടൈം തന്നെ നമുക്ക് 6 പീസൊക്കെ കട്ട് ചെയ്യാം. അതേപോലെ തന്നെ എല്ലാം സെയിം അളവ് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് കട്ട് ചെയ്യുന്ന ടൈമിൽ ഓരോന്നിനും വരക്കേണ്ട വരും. ഓരോ പ്രാവശ്യം ഇങ്ങനെ വരക്കേണ്ടൊക്കെ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരൊറ്റ വെട്ടിൽ തന്നെ ഒത്തിരി പീസ് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ എല്ലാം ഒരേ അളവായിരിക്കും. സ്ക്വയർ ആണെങ്കിൽ എല്ലാം ഒരേ അളവ് തന്നെ കിട്ടുകയും ചെയ്യും ഈസി ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇങ്ങനെ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ. ഞാൻ ഒറ്റൊരു സൂചി മാത്രമേ അതിന് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് പകരം നമ്മൾ 4 ഭാഗത്തൊക്കെ ആയിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ തുണി ഒട്ടും നീങ്ങി പോകുമൊന്നുമില്ല. നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഞാനിത് മുൻപൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആദ്യമൊക്കെ ചെയ്യുന്ന ടൈമിൽ ഞാനിത് 4 പിൻ ചെയ്ത് വെക്കുമായിരുന്നു. പക്ഷേ പിന്നെ ഒരെണ്ണാക്കി ചെയ്തു. അപ്പോൾ നമുക്ക് വെട്ടി എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 3 4 ഒക്കെ സൂചി ഇതുപോലെ കുത്തി കൊടുത്താൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്ത ടൈമിൽ ഇത് ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 6-8 പീസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാൻ ആവശ്യം 3 4 ഒക്കെയാണ്. ആ 3 എണ്ണം വെച്ചാലും ഓക്കെയാണ്, 4 എണ്ണം വെച്ചാലും ഓക്കെയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കാം. ഞാൻ ഒരു പൂവിൽ 4 പെറ്റൽസ് വെച്ചിട്ടാണ് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്ന ഓരോ പീസിനെയും വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഇതുപോലെയാണ് മടക്കി കൊടുക്കുന്നത്. അതിൻ്റെ ഒരു കോൺ വശം ഇതുപോലെ നടുവേ വരുന്ന രീതിയിൽ മടക്കി അതിൻ്റെ ഓപ്പോസിറ്റ് വശം അതേപോലെ തന്നെ മടക്കുക. അതിനുശേഷം മടക്കാത്ത ആ 2 ഓപ്പോസിറ്റ് വശങ്ങളും കൂടി ചേർത്ത് ഒന്ന് മടക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കുക. അപ്പം ഞാനിത് പറയുന്ന ടൈമിൽ മനസ്സിലായില്ലെങ്കിലും വീഡിയോ കാണുന്ന ടൈമിൽ മനസ്സിലാവും എങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് വെക്കേണ്ട രീതിയെന്ന്. അപ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു അറ്റം വശം. അപ്പോൾ ഇത് ശരിക്കും ഒരു പെറ്റലിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇത് ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുന്ന രീതിയിൽ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഒരു നൂല് വെച്ചിട്ട് അതൊന്ന് കെട്ടി സെക്യൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗമാണ് നമ്മൾ കെട്ടിയിട്ട് സെക്യൂർ ചെയ്യുന്നത്. ഇപ്പോൾ പെറ്റലിൻ്റെ മേലത്തെ വശം അതേപോലെ തന്നെ വിടുകയാണ്. എന്നിട്ട് അടിവശം ഇതുപോലെ ഒരു നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ട് ഏതാണ്ട് ആ ഒരു ക്ലോത്തിൻ്റെ കളർ തന്നെയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന നൂല്. അപ്പോൾ ചില ടൈമിൽ നമുക്ക് സെയിം കളറിനെ കിട്ടും, നമ്മുടെ കയ്യിൽ നൂലുണ്ടാവണമെന്നില്ല. അപ്പോൾ ഏതാണ്ട് മാച്ച് ചെയ്യുന്നൊരു കളർ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പുറമേ കാണാണ്ട് നിൽക്കാനും ഒരു വൃത്തിക്കും വേണ്ടിയിട്ട് സെയിം കളർ നൂല് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനത് അങ്ങനെ നന്നായിട്ട് കെട്ടിയിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ മുഴുവൻ പെറ്റൽസും മേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികം വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു തുണീൻ്റെ അധികം വന്ന ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നൂലിൻ്റെ അധികം വന്ന ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. ഇത് വന്നിട്ട് ഒന്ന് വിടർത്തി ഒന്ന് നിവർത്തിയൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്.
ഞാൻ ഒത്തിരി പൂക്കൾ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പെറ്റൽസും അതിൻ്റെ അത്ര തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ മുഴുവൻ പെറ്റൽസൊന്നും ഉണ്ടാക്കുന്നത് ഇതിൽ കാണിക്കുന്നില്ല, കാരണം ഭയങ്കര ലാഗായി പോകും വീഡിയോ. ഞാൻ ജസ്റ്റ് ഒരു 2-3 പെറ്റൽ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം വീഡിയോ ലെങ്ത് ആയി പോകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പെറ്റൽ എങ്ങനെയാണ് മടക്കുന്നത് എന്നുള്ള രീതി മാത്രം ഇതുപോലെ ജസ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണിക്കുകയാണ്. ഇതുപോലെയൊക്കെ കെട്ടിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നൂല് കെട്ടുന്ന ടൈമിൽ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഇളകിപ്പോരും. ഈ ഒരു തുണിയും കൂടി ആയതുകൊണ്ട് അങ്ങനെ നൂല് നന്നായിട്ട് നിൽക്കണമെന്നില്ല, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കെട്ടണം. അപ്പോൾ ഇതാ നമ്മുടെ ഇത്രയും പെറ്റൽസ് നമ്മൾ ഇതേപോലെ തന്നെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലവർ ആക്കി മാറ്റണം. അപ്പോൾ ഇത് അതിനായിട്ട് ഞാനിങ്ങനെ ഒരു നൈസ് കമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പി വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു ഓരോ പെറ്റലും ഇനി ഇതിലേക്ക് കോർക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മുത്തുകൾ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മാല പൊട്ടി ആ ഒരു ടൈമിൽ എടുത്ത് വെച്ച മുത്താണ്. അപ്പോൾ ഞാനിത് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു മുത്ത് ഈ ഒരു നൈസ് കമ്പിയിൽ ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്ന ടൈമിൽ അത് നന്നായിട്ട് അവിടെ നിന്നോളും. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ ഓരോ പെറ്റൽസും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഫ്ലവറിൽ ചില ഫ്ലവറിൽ 3 പെറ്റൽ അല്ലെങ്കിൽ 4 പെറ്റൽ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. 3 വെച്ചാൽ തന്നെ ഇതുപോലെ ഫില്ലാവും, അപ്പോൾ വേറെ വേണ്ടി വരില്ല. അപ്പോൾ അത് ഇങ്ങനെ 3 ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നേരത്തെ പെറ്റൽ ചെയ്ത പോലെ തന്നെ ഫ്ലവറും ഇതുപോലെ തന്നെ നൂലിട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മിഷൻ നൂലായതുകൊണ്ട് തന്നെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒരു പെറ്റൽ കൂടെ വെച്ച് കൊടുക്കാമെന്നതിൽ ഒന്നുകൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. എന്നിട്ട് കെട്ടിട്ട് കൊടുത്തു. അപ്പോൾ ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാ ഫ്ലവറും മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു മുത്തൊക്കെ ഓപ്ഷണലാണ്. ഞാൻ എൻ്റെ കയ്യിൽ എന്തായാലും ഉണ്ടായിരുന്നത് കൊണ്ട് അതുകൊണ്ട് മാത്രം എടുത്തതാണ്. അപ്പോൾ ഈ ഒരു മുത്തൊന്നും വേണമെന്നില്ല ഇതിങ്ങനെ കോർക്കാൻ വേണ്ടി, ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഓരോ പെറ്റലും കോർത്ത് കൊടുത്തിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ആ ഒരു ഫ്ലവർ. പിന്നെ കമ്പിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്രികയൊക്കെ എടുക്കുമ്പോൾ ടൈമിൽ ശ്രദ്ധിക്കുക. നമ്മൾ മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്ന കത്രിക ഒന്നും എടുത്തിട്ട് കമ്പി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. പെട്ടെന്ന് തന്നെ കത്രിക കേട് വരും. അപ്പം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പഴയ കത്രിക ഒക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു കമ്പിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നൂല് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇളകിപ്പോരും. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഓരോ പെറ്റലും കൂടെ ചേരുന്നതായതുകൊണ്ട് തന്നെ നൂല് ഇളകിപ്പോരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു നൂൽക്കമ്പിക്ക് പകരം നമ്മൾ ഇർക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ നമ്മുടെ ഇതിലൊക്കെ കിട്ടുന്ന പറമ്പിലൊക്കെ കിട്ടുന്ന ചെറിയ വടി കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാം. നൂൽക്കമ്പി തന്നെ വേണമെന്നൊന്നുമില്ല, ഇർക്കിൽ വെച്ചിട്ട് സുഖമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ മുത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല. അപ്പം നൂൽക്കമ്പി ഇല്ലാത്തവർ ഇർക്കിലൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും ഫ്ലവേഴ്സാണ് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയധികം പൂക്കൾ ഇങ്ങനെ കണ്ടപ്പോൾ ഇതിന് ഒരു ഇല കൂടെ വേണം തോന്നി. അപ്പോൾ ഒരു ഇല കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഏതാണ്ട് ഒരു പച്ച കളർ പോലെ വരുന്ന ഇങ്ങനത്തെ കുറച്ച് പീസ് ഉണ്ടായിരുന്നു. അത് ഞാൻ മുൻപ് എന്തോ ഒരു വർക്ക് ചെയ്ത ടൈമിൽ ബാക്കി വന്ന പീസാണ്. അപ്പോൾ ഇത് പച്ച കളർ തന്നെ ആയിരുന്നതുകൊണ്ട് ഞാൻ അതുകൂടെ ഇല പോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആ ഒരു ഇല മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഫ്ലവറിന് വേണ്ടിയിട്ട് എങ്ങനെയാണോ ഫോൾഡ് ചെയ്തത് അതേപോലെ തന്നെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ അങ്ങനെ ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ പെറ്റലിൻ്റെ അതേ ഷേപ്പിൽ തന്നെയാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ആ പൂവിനോടൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. അപ്പോൾ ഇതാ ഈ ഒരു അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ പൂവിൻ്റെ ആ ഒരു ഇതന്നെ മാറിപ്പോയി. എന്നിട്ട് ഞാനത് ഒരു നൂല് വെച്ചിട്ട് ഒന്ന് കെട്ടി സെക്യൂർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഫ്ലവറിൻ്റെ കളർ ഏതാണെങ്കിലും നമുക്ക് ഗ്രീൻ തന്നെ കിട്ടണം ഇല സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഗ്രീൻ കളർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ജസ്റ്റ് ആ ഒരു ഇല ഫോൾഡ് ചെയ്യുന്ന രീതി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എല്ലാ ഫ്ലവറിനും ഇതുപോലെ ഇല ചെയ്ത് കൊടുത്തിട്ടില്ല, 2-3 മാത്രമേ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം അധികം എല്ലാത്തിനും ചെയ്ത് കൊടുത്താൽ അത് ഒരു ഭംഗിയില്ലായ്മയാവുമെന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനും ചെയ്ത് കൊടുത്തിട്ടില്ല. ജസ്റ്റ് 2-3 മാത്രം എല്ലാം ചെയ്ത് കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ, അത്രയും ക്ലോത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കമ്പി ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്, കമ്പി കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇലേൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട് ഗ്രീൻ ടാപ്പ് ചുറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അധികം വന്ന ഭാഗങ്ങളൊന്നും പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ടാപ്പ് എന്ന് പറയുന്നത് സ്റ്റിക്കബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഗമ്മിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുന്ന ടൈമിൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഗമ്മോ അല്ലെങ്കിൽ എന്തോ വന്നിട്ട് അതിങ്ങനെ പരസ്പരം ഇങ്ങനെ ഒട്ടി നിന്നോളും. അപ്പോൾ അതങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഫ്ലവേഴ്സിനും ഇതേപോലെ തന്നെ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് 2 വീഡിയോൻ്റെ 2 എണ്ണത്തിൻ്റെ മാത്രമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്.
അപ്പോൾ അതങ്ങനെ ഫുള്ളായിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ടാപ്പ് ഭയങ്കര യൂസ്ഫുള്ളാണ്, നമുക്ക് വേറെ ഗവൺമെൻറ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മാത്രം മതി. നമ്മുടെ വീഡിയോസിന് ലൈക്ക് കുറവായതുകൊണ്ട് തന്നെ വീഡിയോൻ്റെ വ്യൂസ് സ്റ്റക്കായി പോകാറുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഞാൻ മുൻപ് ഉണ്ടാക്കിയിരുന്ന ഒരു ഫ്ലവർ വേസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ വേസ് ഞാൻ മുൻപ് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ.